നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. കൂട്ടരെ, ഇന്ന് ന്യൂ ഇയർ ദിനമാണ്. ഇന്ന് തൊട്ടാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ദിവസം. അപ്പം ഞാൻ മുമ്പിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ, ന്യൂ ഇയർ എങ്ങനെ ആഘോഷിക്കണമെന്ന്. ആ വീഡിയോ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ന്യൂ ഇയറിന് പത്രക്കാർക്കോ ആർക്കും നമ്മൾ വാർത്ത കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഈ ന്യൂ ഇയറിൻ്റെ അടുത്ത ദിവസത്തെ പത്രത്തിൽ ഇത്ര മദ്യപിച്ച വാഹനങ്ങൾ പിടിച്ചു, ഇത്ര കേസുകൾ ചാർജ് ചെയ്തു, ഇത്ര ലക്ഷക്കണക്കിന് പേർക്ക് പെറ്റി അടിച്ചു കൊടുത്തു, ഇത്ര വണ്ടി ആക്സിഡൻ്റ് ആയി. ഒരു കാരണവശാലും പത്ര വാർത്ത നാളെ പ്ലെയിൻ ആയിരിക്കണം. ഒരു ആക്സിഡൻറ്റും നമ്മൾ ത്രൂ റിപ്പോർട്ട് ചെയ്യരുത്. നമ്മൾ ഒന്നിച്ച് നിൽക്കുക. മദ്യപിച്ചിട്ട് ഒരു കാരണവശാലും വാഹനങ്ങൾ ഓട്ടിക്കരുത്. താക്കോല് മക്കളല്ലോ ഭാര്യയിലോ കൊടുക്കുക. ബാറിൽ പോയി അടിക്കുന്നതിന് നിർബന്ധമുള്ളവർ യൂബർ ഓട്ടോയോ കാറോ പിടിച്ചു പോകും. സേഫ്റ്റിയായി ന്യൂ ഇയർ ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക. ലൈഫ് ഒന്നേ ഉള്ളൂ. അടുത്ത വർഷം ന്യൂ ഇയറും ക്രിസ്മസ് എല്ലാം ഇങ്ങനെ കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ശരാശരി എനിക്ക് 41 വയസ്സായി. ഒരു 30 വർഷത്തെ ന്യൂ ഇയറും കൂടെ ആഘോഷിക്കണം. അപ്പോൾ 20 വയസ്സ് വേണമെങ്കിൽ ഒരു 60 വർഷം കൂടെ ന്യൂ ഇയർ ആഘോഷിക്കണം. അങ്ങനെ കാറ്റഗറി പലതും ഇങ്ങനെ പോകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത് കൂട്ടുകാരെ, ഇന്ന് ഭയങ്കര ചെക്കിങ് ആയിരിക്കും. പോലീസ് പിടിച്ചാൽ ജാമ്യം കിട്ടില്ല. അന്നേ ദിവസം ന്യൂ ഇയർ നിങ്ങൾ ഫുള്ള് അവിടെ തന്നെ കിടക്കേണ്ടി വരും. റിസ്ക് എടുക്കരുത്. ആശുപത്രിയിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യരുത്. എന്തായാലും മദ്യത്തിലൂടെ നിങ്ങൾ കോടിക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ പെറ്റിയുടെ ഇനത്തിൽ 1 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല. 10,000 രൂപ പെറ്റി, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അതും കോടികൾ ഇവരുണ്ടാക്കും. ഒരു കാരണവശാലും അപകടങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഈ നിരപരാധികളെ നമ്മൾ തട്ടിയിട്ട് പോയി, അല്ലെ അവർക്ക് ജീവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ക്ലെയിം അല്ലെങ്കിൽ എല്ലാം നമുക്ക് കിട്ടും. പക്ഷെ ഒരാളുടെ ജീവൻ നമുക്ക് തിരിച്ചു നൽകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പുതുവർഷത്തിൻ്റെ ഒരു ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല വ്യൂസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സുരക്ഷിതരായിരിക്കുക, അപകടങ്ങൾ കുറയ്ക്കുക. പത്രക്കാർക്ക് ഒരു വാർത്തയും കൊടുക്കല് ഈ ന്യൂ ഇയർ ദിനത്തിൽ. എന്ന് വെച്ചാൽ അടുത്ത വർഷത്തെ എല്ലാ വർഷവും നിങ്ങൾ അടുത്ത വർഷത്തെ പേപ്പർ എടുത്ത് നോക്കാൻ പറയാൻ പറ്റും. ഇത്ര ആക്സിഡന്റ്, ഇത്ര പെറ്റി, ഇത്ര മദ്യപിച്ച് പിടിച്ചു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല. എല്ലാവരും എൻജോയ്മെൻ്റ് ആയിട്ട് നമുക്ക് ന്യൂ ഇയർ അടിച്ചു പൊളിക്കാം. ഓക്കെ, പിന്നെ വേറെ എന്തോ ഞാൻ പറയാൻ വന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് ഫോളോ ചെയ്യുക. കഴിയുന്നതും ഡ്രൈവിങ് അരുത്, ഡ്രൈവ് ചെയ്യരുത് മദ്യപിച്ചിട്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെ പേഴ്സണൽ കേസാണ്. പെറ്റി കോടിക്കണക്കിന് കൊടുക്കുന്നു, മദ്യത്തിന് കോടിക്കണക്കിന് നിങ്ങൾ കൊടുക്കുന്നു. അത് അതിൻ്റെ ഒരു ആവശ്യമില്ല കൂട്ടരെ. ഇതെല്ലാം ഉപയോഗിക്കാനുള്ളതാണ്. ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുക. ഒരു പ്രശ്നവും ഇല്ല. നിരപരാധികൾ ഈ